ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹരീന്ദ്രൻ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് ഹരീന്ദ്രൻ, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 34 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ലേറ്റായിട്ടാണ് എൻ്റെ മാരേജ് നടന്നത്. അതിന് കാരണം ജാതകം തന്നെയായിരുന്നു. വൈഫിന് 26 വയസ്സുണ്ട്. അവൾക്കും അതേ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞത്. പക്ഷേ എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ജാതകം ശുദ്ധ ജാതകമാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹം ആദ്യമേ കഴിഞ്ഞിരുന്നു. ഭാര്യയേക്കാൾ 2 വയസ്സിന് ഇളയതാണ് ഭാര്യയുടെ അനിയത്തി. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് ഭാര്യയുടെ അനിയത്തിക്കാണ്. അവളെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവളാണ് പെൺകുട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് സിന്ദൂരക്കുറി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ അനിയത്തിയാണെന്ന് മനസ്സിലായത്. നേരത്തെ പറഞ്ഞിരുന്നു, ഭാര്യയും സുന്ദരി തന്നെയാണ്. ഭാര്യയുടെ അമ്മയ്ക്കും അതേ സൗന്ദര്യമുണ്ട്. പക്ഷേ ഭാര്യയുടെ അച്ഛൻ അത്ര വലിയ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ആ വീട്ടിൽ അദ്ദേഹത്തിന് വലിയ വോയിസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പെൺഭരണമാണ് ആ വീട്ടിൽ നടക്കുന്നതെന്ന് ആദ്യമേ എനിക്ക് മനസ്സിലായി. പക്ഷേ അതിനെയൊന്നും തള്ളി പറയാൻ എനിക്ക് പറ്റില്ല. കാര്യം കല്യാണം കഴിച്ചേ പറ്റൂ. ജാതകം ചേർന്ന് വന്നൊരു പെണ്ണ്. അങ്ങനെയാണ് ആ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിയത്. അനിയത്തി സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ വിവാഹം കഴിച്ചാണ് പോയത്. അവർ തമ്മിൽ നല്ല ജോഡിപ്പരുത്തമുണ്ട്. നല്ല സുന്ദരനായ ഒരാളാണ് അവളുടെ ഭർത്താവ്. പക്ഷേ മാഡം, ഞാൻ കല്യാണം കഴിഞ്ഞ് ഏകദേശം 6-7 മാസമായപ്പോഴേക്കും അവൾ നീണ്ട കാലത്തെ വിവാഹബന്ധം എല്ലാം വേർപെടുത്തി വീട്ടിലേക്ക് വന്നു. അവന് വേറേതോ പെണ്ണുമായിട്ട് ബന്ധമുണ്ടത്രേ എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം വഴക്ക് തുടങ്ങിയത്. കല്യാണത്തിന് സമയത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. അവർക്ക് കുട്ടികളുമില്ല. പിന്നീട് അനിയത്തി ഭാര്യയുടെ വീട്ടിൽ വന്ന് നിൽപ്പായി. അതിൻ്റെ പേരിൽ അവിടെ എൻ്റെ അമ്മായിമ്മയും അനിയത്തിയും അവരുടെ അച്ഛനൊക്കെ തമ്മിൽ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഞാൻ ചെല്ലുമ്പോൾ അവരെല്ലാം സൈലൻ്റായിട്ട് ഭാവിക്കും. ഇതൊക്കെ എൻ്റെ ഭാര്യനോട് പറഞ്ഞു തന്നു. വീട്ടിൽ അഗ്നിപർവ്വതം പോലെ പ്രശ്നങ്ങൾ പോകുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ മാത്രമാണ് അവിടെ പ്രശ്നമില്ലാത്തതെന്നും. ഒരു ദിവസം അമ്മായിമ്മ ഈ പ്രശ്നം എടുത്തിട്ടു. എൻ്റെ മുന്നിൽ വെച്ച് അനിയത്തിയെ വഴക്ക് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അമ്മായിമ്മയോട് പറഞ്ഞു, ഇഷ്ടമുള്ള ഒരാളെ അവൾ കല്യാണം കഴിച്ചു, പൊരുത്തപ്പെട്ടില്ല, തിരിച്ചു വന്നു. അവൾ നിങ്ങൾക്കൊരു ബാധ്യത ഒന്നുമല്ലല്ലോ. നല്ല ജോലിയുള്ളൊരു പെൺകുട്ടിയല്ലേ. അവൾ ജോലി ചെയ്യുന്നുണ്ട്. ആ കാശ് അമ്മയുടെ കൊണ്ട് കുറച്ചെങ്കിലും തരുന്നില്ലേ? അവൾക്ക് കഴിയാനുള്ളത് തരുന്നുണ്ട്. പിന്നെ അവൾ സ്വന്തം വീട്ടിൽ സ്വസ്ഥയോട് ജീവിക്കുന്നതിൽ അമ്മയ്ക്ക് എന്താ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയും ഒരടി കൊണ്ടതുപോലെയായി. നീ എന്താ മോനെ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? ഇവളോട് ആദ്യ കാലത്തെ ഞാൻ പറഞ്ഞതാണ്, എടി അടങ്ങൊതുങ്ങി നിൽക്കാൻ. അപ്പോഴേക്കും വെളുത്ത് ഇരിക്കുന്നൊരു ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവനെന്തോ ഉണ്ടെന്ന് വെച്ച് ഇവൾ ചാടിപ്പോയതാണ്. അവസാനം ഉണ്ടയുമില്ല പിണ്ണാക്കുമില്ല. ദേ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ആയിക്കോട്ടെ, അവൾക്ക് നമ്മൾ സപ്പോർട്ടില്ലേ ചെയ്യേണ്ടത്, അല്ലാതെ കുറ്റം പറയണോ? ഇങ്ങനെ ദാമ്പത്യ പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടാകില്ലേ അമ്മേ? ഇനിയിപ്പോൾ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. അവൾ തോന്നുമ്പോൾ ഇനിയൊരു കല്യാണം നമുക്ക് നടത്താം. അതിനെ പറ്റി ആലോചനകൾ വരുവാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അനീതി അപ്പോൾ പറഞ്ഞു, എനിക്ക് ഉടനെയൊന്നും ഇനി കല്യാണം വേണ്ട. ഞാൻ റിലാക്സ്ഡായിട്ട് ഇവിടെ കഴിയാൻ പോവുകയാണ്. അമ്മയ്ക്കും അച്ഛനും കഴിയാനുള്ളതിനേക്കാൾ കൂടുതൽ പണം ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് ചേട്ടാ. പിന്നെ എന്തിനാണ് എൻ്റെ മേൽ ചാടിക്കയറുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി മേലിൽ അമ്മ അവളോട് വഴക്കുണ്ടാക്കരുത്. അവൾ ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കട്ടെ. ഈ വീട്ടിൽ മനസ്സമാനം വേണം. അല്ലാതെ എപ്പോഴും നിങ്ങൾ തമ്മിൽ ഈ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എന്തായാലും ഇഷ്ടമില്ലാത്ത ജീവിതം വിട്ടു വന്ന പെണ്ണിനെ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്ന് ഞാനങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, ശരി, നീ പറഞ്ഞതല്ലേ, ഇനി ഞാൻ അവളോടൊന്നും ചോദിക്കാൻ പോയില്ല. അവളായി അവളുടെ ഇഷ്ടമായി. ഇനി അവൾ തലകുത്തി നിൽക്കുമോ, ഇനിയിപ്പം എവിടെയെങ്കിലും പോവോ, ഇനി വയറും വെറുപ്പിച്ചുകൊണ്ട് വരികയോ എന്ത് വേണമെങ്കിലും ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത്. പ്രേമിച്ചത് ഒരു കുറ്റമല്ലോ എന്ന് പറഞ്ഞു. ആ, ഇനിയിപ്പോൾ അവളുടെ കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല. നീ തന്നെ അവളെ ഉപദേശിച്ച് ശരിയാക്ക് എന്ന് പറഞ്ഞ് അമ്മായിമ്മ രംഗമൊഴിഞ്ഞു. അതിൽ പിന്നെ അവിടെ വഴക്കും വക്കാണോ ഒക്കെ വളരെ കുറവാണ്. ഏകദേശം 1.5 വർഷമായപ്പോഴേക്കും എൻ്റെ ഭാര്യ ഗർഭിണിയായി. ആ ഗർഭിണിയാകുന്ന വാർത്ത അറിയുന്നതിന് ജസ്റ്റ് ഒരാഴ്ച മുമ്പാണ് അവിടുത്തെ അച്ഛൻ മരിച്ചു പോയത്. പെട്ടെന്നായിരുന്നു ഹാർട്ട് അറ്റാക്ക്. അങ്ങനെ ആ വീട്ടിൽ പിന്നെ അമ്മായിമ്മയും അനിയത്തിയും മാത്രമായി. അപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, എടാ പ്ലീസ് നിങ്ങൾ രണ്ടുപേരും കൂടി ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവിടെ വന്ന് താമസിക്ക്, ഒരു കൂട്ടാകട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നത്. അതറിഞ്ഞപ്പോഴേ അമ്മായിമ്മ പറഞ്ഞു, എടാ മക്കളെ, കുഞ്ഞ് നിങ്ങൾ വിട, ഞാൻ നോക്കിക്കോളാം, വേറൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് അതിലൊന്നും വിരോധമില്ല. അങ്ങനെ ഭാര്യ ഇതറിഞ്ഞപ്പോൾ തൊട്ട് അവളുടെ വീട്ടിലാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാനിവിടെ പോകും, ഇല്ലെങ്കിൽ മിക്ക ദിവസങ്ങളും അവിടെ കഴിയും. അങ്ങനെ ഭാര്യയും ഞാനും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി നല്ല സ്നേഹത്തിലായി. അനിയത്തി അവിടെയുണ്ട്, അമ്മായിമ്മ അവിടെയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ഹൃദയബന്ധം ഞങ്ങളെല്ലാം തമ്മിലുണ്ടായി. ഭാര്യയുടെ പ്രസവം കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. പ്രസവശേഷം ഉണ്ടാകുന്ന ഡിപ്രഷനായിരുന്നു ഭാര്യയ്ക്ക്. എല്ലാവർക്കും ഒരു ഷോക്കിംഗ് അവസ്ഥയായിരുന്നു അവളുടെ സ്വഭാവം. നല്ല പ്രസന്നമതിയായ ഭാര്യ പെട്ടെന്ന് ആരോടും മിണ്ടാതായി. കുട്ടിയെപ്പോലും നോക്കുന്നില്ല. വലിയ പ്രശ്നമായിരുന്നു. അവസാനം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഏകദേശം ശരിയാക്കിയെടുത്തു മാഡം. എങ്കിലും
ഇതെല്ലാം കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞ് അവൾക്ക് ഒന്നിനോടും താല്പര്യമില്ലാതായി. അതിനു മുമ്പേ നല്ല താല്പര്യമുള്ളൊരു ഭാര്യയായിരുന്നു എൻ്റേത്. ഇത്തിരി പ്രായമൊക്കെ ആയി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യ ദിവസം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പിന്നെ ചേട്ടന് എന്തെങ്കിലും ഇഷ്ടമാണോ എങ്കിൽ എന്നോട് പറയണേ, ഞാനത് മടിയില്ലാതെ പുനർനിർമ്മിക്കാൻ ചേട്ടാ എന്നെൻ്റെ ഭാര്യ പറയുമായിരുന്നു. ഞാനും പറയുമെടി, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഐറ്റം എന്താണെന്ന് പറ, ചേട്ടൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. അങ്ങനെ നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമായിരുന്നു ഞങ്ങൾ. പക്ഷേ ഇതിന് ശേഷം അവൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ എൻ്റെ അടുത്ത് വരരുത്, എനിക്ക് അതൊട്ടും ഇഷ്ടമല്ല. കുഞ്ഞിനെ നോക്കി ഞാൻ കഴിഞ്ഞോളാം. ചേട്ടൻ സ്വന്തം കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. ഏത് പെണ്ണാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ശല്യവുമായിട്ട് എൻ്റെ അടുത്ത് വരരുതേ, എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്കത് വല്ലാത്ത ഷോക്കായിരുന്നു മാഡം. നമ്മുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഒന്നും നടക്കില്ലെന്ന്. ഞാൻ സ്നേഹം കൊണ്ട് അവളെ വീർപ്പ് മുട്ടിച്ച് പലപ്പോഴും ഒന്ന് ശ്രമിച്ചു നോക്കി. പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. ഞാൻ പിന്നെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. ഡോക്ടറെ കാണിക്കാൻ 3 വട്ടം കൊണ്ടുപോയി. ഇതിനു മുന്നും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവൾക്ക് 8ക്കും 7ക്കും അടുക്കാൻ യാതൊരു താല്പര്യമില്ല. മറ്റു കാര്യങ്ങളെല്ലാം നോർമലായെങ്കിലും ഇതിൽ യാതൊരു താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ചിലപ്പോൾ ഹോർമോൺസും ഡിപ്രഷനും എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. അവൾക്ക് 1 വർഷം കൂടെ ഒരു സമയം കൊടുക്കൂ, ട്രീറ്റ്മെൻറ്റ് നമുക്ക് തുടരാമെന്ന് പറഞ്ഞു. മാഡം, ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, കുഞ്ഞുള്ളതല്ലേ. ഇതിനിടയ്ക്ക് ഞാൻ അവളോട് പറഞ്ഞു, പ്ലീസ് ഒരു കൈ സഹായമെങ്കിലും ഈ കാര്യത്തിൽ നിനക്കുണ്ടാകില്ലെന്ന്. അവൾക്ക് അണുവിട പോലും ഒരു മനസ്സ് ഉണ്ടായിരുന്നില്ല മാഡം. ആദ്യമൊക്കെ ഇത് ഞങ്ങൾ അനിയത്തിയോടോ അമ്മയോടോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരോട് പറയാവുന്ന കാര്യമല്ലോ. ഡിപ്രഷൻ്റെ പേരിൽ ഡോക്ടറെ കാണാൻ പോകുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്കിടയിൽ നടക്കുന്നൊന്നും അവർക്കറിയില്ല. ഒരു വട്ടം എനിക്കിതുപോലെ എന്തോ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ദേഷ്യം വന്നു. ആ സമയത്ത് ഞാൻ ശരിക്കും ചൂടായി. ഞാൻ ചോദിച്ചു, നീ പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? എനിക്ക് മരപ്പാവിയൊന്നുമല്ല വേണ്ടത്, കുറച്ചെങ്കിലും മനസ്സ് ഒന്ന് മാറ്റാൻ പറഞ്ഞു. പക്ഷേ അവൾ എന്നോട് വേറെന്തൊക്കെയോ ചീത്ത വാക്കുകൾ പറഞ്ഞു മാഡം. അത് ഉഗ്രൻ വഴക്കായി. അങ്ങനെ അമ്മായിയും അത് കേട്ടുകൊണ്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അമ്മയോട് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ മൂക്കത്ത് വിരൽ വെച്ചു. എൻ്റെ ദൈവമേ, ഞാൻ ഈ ഡിപ്രഷനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇതൊക്കെ ഇങ്ങനെയാണോ? ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. സാധാരണ സ്നേഹമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഭർത്താവ് വരുന്നില്ലേ എന്നുള്ള കംപ്ലൈൻ്റ് ആയിരിക്കും. ഇതിപ്പം ഭർത്താവ് ഇങ്ങോട്ട് വന്നപ്പോൾ അവൾക്കൊന്നും വേണ്ട. ഇതിൻ്റെ പേരാണോ ഡിപ്രഷന്? എനിക്കറിയില്ല ഏത് ഡോക്ടറാണ് ഇതൊക്കെ ചികിത്സിക്കുന്നത്. ഈ ഡോക്ടർമാർക്ക് വട്ടാണോ 1 വർഷം കാത്തിരിക്കാൻ? അങ്ങനെ ആരെങ്കിലും ആണുങ്ങൾ കാത്തിരിക്കുമോ? അവർക്ക് തലയ്ക്ക് വട്ടുണ്ടോ? നിനക്ക് എന്താടി, എന്തോ ഒരു കേടാ, നിനക്ക് നടക്കാനൊക്കെ പറ്റുമല്ലോ, അപ്പോൾ ഇതും പറ്റും എന്നൊക്കെ പറഞ്ഞ് അമ്മായിയമ്മ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിയമ്മയായിട്ട് എൻ്റെ ഭാര്യ വഴക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഞാൻ അറിയാതെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്, ദേഷ്യം വന്നിട്ട്. അമ്മ വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന്. അപ്പോഴേക്കും അമ്മായിമ്മ ചാടി വീണു. അതല്ലടാ, പുരുഷനും സ്ത്രീയും കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? ഇവളെ കണ്ടുകൊണ്ടിരിക്കാനാണോ? നീ പറഞ്ഞത് കറക്റ്റാണ്. ഇവൾക്ക് ഡിപ്രഷൻ ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ഇവൾക്കും എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് പച്ചയായിട്ട് അമ്മായിയമ്മ ഒരു കാര്യം പറഞ്ഞു. തുറക്കേണ്ടത് തുറക്കുന്ന സമയത്ത് അങ്ങ് തുറക്കും, ഇല്ലെങ്കിൽ നീ ബലമായി തുറക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ട് അങ്ങ് പോയി, ഇല്ലെങ്കിൽ തുറപ്പിക്കും എന്നൊക്കെയാണ് അമ്മായിയമ്മ പറഞ്ഞത്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അതിനിടയ്ക്ക് ചിരിയും വന്നു. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അതൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് തോന്നിയത്. എൻ്റെ തള്ള പറഞ്ഞ് കേട്ടിട്ട് എൻ്റെ മേക്കിട്ടക്കണം കയറാൻ വന്നിട്ടുണ്ടല്ലോ, അന്നേരം എൻ്റെ തനി ഗുണം അറിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓഹ് എൻ്റെ ദൈവമേ, ഇങ്ങനൊരു കല്യാണം വേണ്ടായിരുന്നു, ഇതിലും ഭേദം വെറുതെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിക്ക് വെളിയിലിറങ്ങി. അപ്പോഴേക്ക് ഭാര്യ പറയുകയാണ്, അയ്യോ ഇവിടെ 2 മതാലസുകൾ നിൽക്കുന്നില്ലേ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? അമ്മയാണെങ്കിൽ ഇപ്പോഴും 17 തികഞ്ഞെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കിക്കൊണ്ട് നടക്കുകയാണ്. വേറൊരുത്തി ഒരുങ്ങിക്കെട്ടി ഷോറൂമിൽ ജോലിക്കാന്ന് പറഞ്ഞ് പോകുന്നു, ചായ തേച്ചുകൊണ്ട്. അവിടെ അവൾ എന്ത് ഷോറൂമാണ് കാണിക്കുന്നതെന്ന് ആർക്കറിയാം? ഷോറൂം മുഴുവൻ അവൾ വൃത്തിയാക്കുന്നുണ്ടായിരിക്കും. അവൾ വരുമ്പോഴേക്കും അവളോട് നിങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് പറ, എന്തായാലും അവൾ തുറന്നിട്ടിരിക്കുകയാണ്, നിങ്ങൾക്കും അതിലൂടെ അകത്തേക്ക് കയറാം എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. ഞാനപ്പോൾ അവളെ തിരിഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിമ്മ വന്നു. ആ ഡാഷി മോള് പറഞ്ഞത് ഞാൻ കേട്ടടാ. അവൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്തോ പ്രശ്നമാണ്, ഡിപ്രഷനല്ല. ഇത് ഡിപ്രഷനാണെന്ന് പറയാൻ പറ്റില്ലേ. ഇവളെയൊക്കെ മുക്കാലിയിൽ കെട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ട് നല്ല പെടപെടയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോട്ടമ്മേ, പെട്ടെന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്, ഡോക്ടർ പറഞ്ഞതാണ്, ഇവൾക്ക് മാനസികവും ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നേരെയാകാൻ കുറേ നാളെടുക്കുമെന്നും. എന്നാലും ഇത് വല്ലാത്ത തൊന്തരവ് തന്നെ. അനിയത്തി വളരെ ഉപകാരിയാണ്, അവൾക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്.
പിന്നെ ഇവിടെ പറഞ്ഞ പോലെ സ്വഭാവദൂഷ്യം ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഇളക്കക്കാരിയാണെന്ന് തോന്നും. അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല മാഡം. വൈകിട്ട് അവൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അമ്മായിമ്മയും അവിടെ ഇരിപ്പുണ്ട്. എന്താ അങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയെ കണ്ണു കാണിച്ചു, അമ്മയൊന്നും പറയല്ലെന്ന്. പക്ഷേ അമ്മ അവിടെ വിളിച്ചിരുത്തി, എടി ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇതാണ് പ്രശ്നം, ഇത് മാസങ്ങളായിട്ട് ഇവിടെ പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവൾക്ക് ഡിപ്രഷനാണെന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവൻ എന്തിനാ കൊണ്ടുപോയെന്നറിയാമോ? സ്വന്തം ഭാര്യയിൽ നിന്ന് കിട്ടാത്തത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തൊരു ഗതികേടാടി. ഇവിടെങ്കിലും നമ്മൾ ഇവൻ്റെ കൂടെ നിൽക്കണ്ടേ, അല്ലാതെ അവളുടെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞത് 1 വർഷം വെയിറ്റ് ചെയ്യാൻ. 1 വർഷം കഴിയുമ്പോൾ എന്തുവാ ഇവൾ താമരപ്പോയിട്ട് വിരിഞ്ഞു വരുമോ? നിന്നെക്കുറിച്ച് അവൾ എന്താ പറഞ്ഞെന്നറിയാമോ? രാവിലെ നീ മുഖത്ത് ചായവും തേച്ച് ചുണ്ടിൽ ചായവും പുരട്ടി ഇറങ്ങിപ്പോകും, നീ അവിടെ ഷോറൂം മുഴുവനും അടിച്ചു വാരി ആണുങ്ങളുടെ കൂടെ എന്നാണ് ഇവൾ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി വഴക്കുണ്ടാക്കുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ അനിയത്തി പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും പറയട്ടെ, അമ്മയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ, അതിനൊന്നും ചെവി കൊടുക്കണ്ട, പിന്നെ ട്രീറ്റ്മെൻറ്റിൽ കൂടി നന്നാകുമായിരിക്കാം, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ. എടി നിനക്കും ആണിൻ്റെ സ്വഭാവം അറിയില്ലേ? നീ ആണൊരുത്തിനോട് കഴിഞ്ഞതല്ലേ, അവനെ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നതല്ലേ? എന്തുവായിരുന്നടി അവൻ്റെ കുഴപ്പം? ഞാൻ അതിനെ ചോദിച്ചിട്ടില്ലല്ലോ. അവൻ്റെ അമ്മയായിരുന്ന പ്രശ്നം അതോ അവനായിരുന്ന പ്രശ്നം? അമ്മേ, ദേ തോന്നിയാസം പറയരുത്, എൻ്റെ ഭർത്താവ് നല്ല ഉശിരുള്ള ആണായിരുന്നു. ആഹാ, എന്നിട്ട് എന്തിനാണ് ഈ ആണിനെ കളഞ്ഞിട്ട് നീങ്ങി പോകുന്നത്? അമ്മേ, ഓരോരുത്തർക്കും ഓരോ പ്രശ്നമാണ്. ഈ ഒരു കാര്യം ചിലർക്ക് പ്രശ്നമായിരിക്കാം, എനിക്കവിടെ ഈ പ്രശ്നമല്ലായിരുന്നു. അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ ആളുകളുടെ സ്വഭാവമായിരുന്നു എനിക്ക് പ്രശ്നം. അത് സഹിക്കാൻ മേലാഞ്ഞിട്ടാണ് ഞാനിങ്ങി പോകുന്നത്. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ സുന്ദരമായി ജീവിച്ചേനെ. സുന്ദരമായി ജീവിക്കും. എടി, പെണ്ണിന് മിടുക്ക് വേണം, മിടുക്കുണ്ടെങ്കിലോ ആണ് തത്തിത്തുള്ളി വരും. നിങ്ങൾ കേട്ടത് കൂടെ എവിടെയെങ്കിലും പോയി ജീവിക്കാമായിരുന്നു. ഓ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും പോയി ജീവിച്ചാലും അങ്ങനെയുടെ മറ്റു സ്വഭാവം കൂടി ശരിയാകണ്ടേ? അതുകൊണ്ട് ഞാനിങ്ങി പോന്നു, എൻ്റെ കല്യാണം തെറ്റ്, എന്തായാലും ഈ വിഷയം പറഞ്ഞ് ഇതിന് കൊടുത്ത് വഴക്കുണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി. ഞാൻ അവിടെയാണ് താമസം. രാത്രിയായപ്പോൾ ഞാൻ സിറ്റൗട്ടിൽ പോയിരുന്നു. അമ്മായിമ്മ സീരിയൽ കാണുന്നു. അവളാണെങ്കിൽ കുളിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു, അനിയത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ചോദിച്ചു, ഇനിയിപ്പം എന്ത് പറയാനും പറയാതിരിക്കാനുമാണെന്ന്. അല്ല ചേട്ടാ, ഒട്ടും ചേച്ചി അഡ്ജസ്റ്റ് ചെയ്യില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, അവൾക്ക് പൂർണ്ണമായും താല്പര്യം നഷ്ടപ്പെട്ടു, താല്പര്യം 0 ആണ്. ചേട്ടന് എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, നീ നല്ലവളാണ്, സ്നേഹമുള്ളവളാണ്, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ നോക്കുന്നതും നീയല്ലേ കൂടുതലും വൈകുന്നേരമൊക്കെ, അത് വലിയൊരു ഹെൽപ്പാണ്. അതല്ല, അല്ലാതെ എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചേട്ടൻ എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല അഭിപ്രായമേ പിന്നെ ചേച്ചി പറഞ്ഞതൊക്കെ ചേട്ടൻ വിശ്വസിച്ചോ? ഞാൻ ഷോറൂമിൽ മുഴുവനും ഇങ്ങനെയാണെന്ന് ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരുങ്ങിപ്പോകുന്നത് അവളുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ്, അതല്ലാതെ ഷോറൂമിൽ മുഴുവനും ഇതെന്താ അവിടുത്തെ ഇതിൻ്റെ ഷോറൂമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, ആദ്യമേ ആ കമ്പനി തുടങ്ങിയപ്പോൾ ഞാൻ അതിൽ കയറിയതാണ്. അപ്പോൾ അവിടെ പലരും എൻ്റെ അടുത്ത് വന്ന് എന്നെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വിവേകപൂർവ്വം പലരുടെയും കയ്യിൽ പെട്ടുപോയിട്ടുണ്ട്. നീ എന്തായി പറഞ്ഞത്? അതെ, ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന സമയത്ത് തന്നെ പണത്തിനും ജോലിയിലുള്ള സ്ഥാനക്കയറ്റത്തിനും വേണ്ടി ചിലരോടൊക്കെ, അതും ഏറ്റവും പ്രയോജനം ചെയ്യുന്ന 2 പേരോട് ഞാൻ വളരെയധികം ക്ലോസ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് അതറിയില്ല, പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം പുള്ളിക്ക് അത് മനസ്സിലായി. എൻ്റെ ഫോണിൽ നിന്ന് ചാറ്റ് ഭർത്താവ് കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കി. പക്ഷേ എനിക്ക് ആ ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല. കാര്യം ശമ്പളത്തെക്കാൾ കൂടുതൽ എനിക്ക് ഒത്തിരി പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആ 2 പേരെയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഹരിശ്രീ കുറിച്ചത് അവർ 2 പേരും ആയതുകൊണ്ട് എനിക്കും അവരോട് വല്ലാത്ത മാനസികമായ അറ്റാച്ച്മെൻറ്റാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇനിയും കുറേ കാലം അവരുടെ കൂടെ ആരും അറിയാതെ ഉള്ള ബന്ധം തുടരുമെന്നാണ്. ഞങ്ങൾ 3 പേരും കൂടി അത്രയ്ക്കും അഗാധമായുള്ള ബന്ധമാണ്. 3 പേരും കൂടിയോ? ആദ്യം ഒറ്റയ്ക്കായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ്. അത്രയ്ക്കും സ്ട്രോങ് ആയുള്ള ഒരു റിലേഷനാണ്. അത് ശരിയായിരിക്കാം, പക്ഷേ നീ അതിനിടയ്ക്ക് വേറൊരാളെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അതെങ്ങനെ നടന്നു? അല്ല, പ്രേമം നമുക്കിപ്പോൾ വേറൊരാളോട് തോന്നാമല്ലോ, കല്യാണം കഴിക്കുകയും ചെയ്യാം. പക്ഷേ ഇവർക്ക് 2 പേർക്ക് കുടുംബമുള്ളവരാണ്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സായിട്ട് രസകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് വേറെ, ഇത് വേറെ. ഞാൻ പറഞ്ഞു, അത് വല്ലാത്തൊരു തോന്നിയാസാണല്ലോ, ഇങ്ങനൊരു ബന്ധം ഉണ്ടായിട്ട് എന്തിനാണ് പ്രേമിച്ച് കല്യാണം കഴിച്ചത്? അപ്പോൾ അവൾ പറയണം, അത്
അതിലൊന്നും കെമിസ്ട്രി എനിക്കറിയില്ല. എൻ്റെ ഭർത്താവിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിഷ്ടപ്പെട്ടു. അയാൾ ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. കല്യാണം കഴിഞ്ഞു. കൊള്ളാം. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഏയ്, ഒരു പ്രശ്നവുമില്ല. അതൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് അവിടെ ഇവിടവും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ കൈയുടെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്തില്ലേ, എനിക്ക് 4 വട്ടം എല്ലാം കളയേണ്ടി വന്നു. 4 വട്ടമോ? നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നീ എങ്ങനെയാണ് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്? അത് പിന്നെ ആദ്യമൊക്കെ ഗുളിക കഴിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 വട്ടം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ നീ എന്തിനാണ് അവനെ ഇതൊക്കെ മറച്ചു വെച്ച് വഞ്ചിച്ചത്? അപ്പോൾ അവൾ പറഞ്ഞു, ബന്ധങ്ങളെ ഞാൻ മറച്ചു വെച്ചിട്ടുള്ളൂ. എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. കുട്ടികളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പണ്ട് കുഞ്ഞിലെ ചില പ്രശ്നമാണ് എന്നൊക്കെയാണ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞത് കുട്ടികളുണ്ടായില്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്നാണ്. പക്ഷേ കുട്ടികൾ ഉണ്ടാകാത്തതൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം. അവരുടെ വീട്ടിലെ സാഹചര്യവും പുള്ളിയുടെ ചില കൂട്ടുകെട്ടുകളും മദ്യപാനവും ഒക്കെയാണ്. പ്രേമിച്ചപ്പോഴത്തെ ആളല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാഞ്ഞത്. പിന്നെ ഈ ഒരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയും ഞാനും തമ്മിൽ വലിയ വഴക്കുണ്ടായി. എനിക്ക് അവരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതോടെ ആ ബന്ധം തീർന്നു. ദൈവമേ, എന്തൊരു വിചിത്രമായ കഥയാണ് നീ പറയുന്നത്. വിചിത്രമല്ല ചേട്ടാ, ഇത് യഥാർത്ഥമാണ്. ഇപ്പോൾ ചേട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും എന്തൊരു വിചിത്രമാണ്. സുന്ദരിയായ ഒരു ഭാര്യ, പക്ഷേ ചേട്ടന് ഒരു ഉപകാരവുമില്ല. 1 വർഷം കഴിയുമ്പോഴേക്കും ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ശരിയാകാതെ പറഞ്ഞു. ഇതൊക്കെ എവിടെ നടക്കും? എങ്ങനെയാണ് ചേട്ടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന്. അങ്ങനെ സംസാരിച്ചു നിന്നപ്പോഴേക്കും അമ്മായിമ്മ വാ അത്താഴം കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ഭാര്യയുടെ മുറിയിൽ പോയി കിടന്നു. അവിടെ വേറൊരു കട്ടിൽ. ഉറക്കം കണ്ണിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നെ വിളിച്ചു. എടാ, നീ ഒന്ന് പുറത്തേക്ക് വന്നിരുന്ന്. എന്താ അമ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്? ഒരു പ്രശ്നവുമില്ല, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, വാ നമുക്ക് പുറത്ത് പോയിന്ന് സംസാരിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ സിറ്റൗട്ടിൽ പോയിന്ന് സംസാരിച്ചു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, എടാ, നീയും എൻ്റെ ഇളയ മോളും തമ്മിലുള്ള സംഭാഷണം ഞാൻ കേട്ടു. അമ്മേ, അവളുടെ സ്വഭാവം ഇത്തിരി മോശമാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. പക്ഷേ അവൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വഴിക്ക് പോകുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓർത്തത് ഒത്തിരി ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നാണ്. എൻ്റെ മോളല്ലേ, ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ അവളൊരു ബുദ്ധിരാക്ഷസിയാണ്. പണത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവൾ ആ 2 പേരുമായിട്ട് വ്യക്തിബന്ധം പുലർത്തുന്നത്. പിന്നെ ഭർത്താവ്, അവനറിയാതെ അവളത് മിടുക്കിയായി മാനം ചെയ്തു. പിന്നെ ഈ 4 വട്ടം എന്നൊക്കെ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലടാ. അവളുടെ അമ്മയാണ് ഞാൻ. ഒരു ദിവസം പോലും അവളിവിടെ ക്ഷീണമായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അപ്പോൾ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. അവളിവിടെ വെറുതെ നിൽക്കുകയാണ്. ഇവളുടെ സ്വഭാവം അനുസരിച്ച് ഇനി ഇവള് വേറൊരാളെ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ 2 കമ്പനിയിലെ ആണുങ്ങളുടെ കൂടെ ഇവളിങ്ങനെ നടക്കും. പിന്നെ അവൾ പണവും ഉണ്ടാക്കും. അമ്മേ, അവൾ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നവളല്ല. പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന്. അപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എടാ, അത്താഴം കഴിഞ്ഞ് അടുക്കളയിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അവൾ വന്ന് എന്നോട് പറയുകയാണ്, ചേട്ടനിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ അമ്മേ, ഞാനും ഇവിടെ വെറുതെ നിൽക്കുകയല്ലേ. അമ്മ ഒന്ന് ചേട്ടനോട് സംസാരിക്കുക. പ്രശ്നങ്ങളൊന്നുമില്ല. ചേച്ചിക്കും അതിൽ ബുദ്ധിമുട്ടൊന്നും കാണില്ല. ഞങ്ങൾ തമ്മിൽ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയാം. പുറത്തൊന്നും ആർക്കും അറിയണ്ട. ചേട്ടൻ്റെ പ്രശ്നങ്ങൾ തീരും. പിന്നെ അത് മാത്രമല്ല, ചേട്ടൻ ഭാവിയിൽ ഉപേക്ഷിച്ചാലോ? അപ്പോൾ ചേട്ടനെ നമ്മുടെ വീട്ടിലേക്ക് ചേർത്ത് നിർത്താൻ ആരെങ്കിലും വേണ്ട അമ്മേ. കല്യാണമൊന്നും കഴിക്കണ്ട. പക്ഷേ ആരും അറിയാതെ ചേട്ടനെ സഹായിക്കാൻ എനിക്ക് പറ്റുമല്ലോ. അമ്മയൊന്ന് പറഞ്ഞു നോക്ക്. ചേട്ടന് സമ്മതമാണെങ്കിൽ എനിക്ക് റെഡിയാണെന്ന്. ഇവരുടെ സത്യവത ചമഞ്ഞുള്ള പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായടാ, നിന്റെ മേൽക്ക് അവൾക്കൊരു കണ്ണുണ്ടെന്ന്. പക്ഷേ അവളുടെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ലെന്നാ അവളുടെ വിചാരം. നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒരു കാര്യം മോനോട് പറയാം. അവള് കുലച്ച് കൊലവാഴ പോലെ എന്തിനു റെഡിയായി മുന്നേ നിൽക്കുകയാണ്. മോന് വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കാവുന്നേ ഉള്ളൂ. അമ്മേ, എടാ, നീ കിടന്ന് വലിയ വെപ്രാളം നടക്കണ്ട. ഈ വീട്ടിലിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയാൻ കൊള്ളാമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഈ വീട്ടിൽ നല്ല നടക്കുന്നുണ്ടോ? അവൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. നീ ആണെങ്കിൽ വെറുതെ നിൻ്റെ ഭാര്യയുടെ പുറകെ നടന്ന് ഡിപ്രഷനാണെന്ന് പറഞ്ഞ് കെഞ്ചുന്നു. അവൾക്ക് എന്ന് ഭേദമാകും? നിനക്ക് നിൻ്റെ ഭാര്യയും മകനെയും ഉപേക്ഷിക്കാനുള്ള പദ്ധതിയുണ്ടോ? ഇല്ലമ്മേ. എന്നാൽ പിന്നെ എന്ത് ചെയ്യും? അവളുടെ രോഗം എന്ന് ഭേദമാകുമെന്ന് വെച്ചാൽ അതുവരെ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവളുടെ ഓഫർ സ്വീകരിക്കുക. അവൾക്ക് കമ്പനിയിലുള്ള മാനേജരോ മറ്റാരാണ്ടോ മുതലാളിയൊക്കെ ആയിട്ട് 2 ആണുങ്ങളുമായിട്ട് ആ ബന്ധം. അവർക്ക് 2 പേർക്ക് ഫാമിലിയുണ്ട്. എന്തായാലും കല്യാണം കഴിക്കില്ല. അവൾക്ക് 2 ആണുങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി നീ അവളെ
അങ്ങ് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് നടക്കും. നിനക്കിതിൻ്റെ പെണ്ണുമ്പിളോട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. അവൾ എന്നോട് നല്ലവൾ ചമഞ്ഞു എന്ന് പറഞ്ഞു. അവളുടെ യഥാർത്ഥ തനിനിറം മനസ്സിലാക്കുന്നത് നീയും ഞാനുമാണ്. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അവളെന്തായാലും ഈ കാര്യത്തിൽ താല്പര്യമുള്ളവളാണെങ്കിലും നിരുപദ്രവകാരിയാണ്. നിനക്ക് നല്ലൊരു കൂട്ടായിരിക്കും. നിന്റെ കുഞ്ഞിനെ അവളെ നോക്കും, ഒരു പ്രശ്നവുമില്ല. ഇവിടെയാകുമ്പോൾ ഇനി അസുഖമാണെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യ ഒരിക്കലും നിന്റെ വീട്ടിലേക്ക് വരാനും പോകുന്നില്ല. പിന്നെ നീ ഇപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം നല്ല രീതിയിൽ അങ്ങ് എടുത്ത് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. അവളുടെ തനി സ്വഭാവം അംഗീകരിച്ചാൽ മതി മോനെ എന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടപ്പോൾ വേണ്ടാമെന്ന് പറഞ്ഞെങ്കിലും അമ്മ എന്നോട് പറഞ്ഞു, നീ ഇത് നോക്കുന്നതായിരിക്കും ബെറ്റർ. നിനക്ക് ഈ വിവാഹബന്ധം ഒഴിഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആലോചിച്ചിട്ടില്ലെന്ന്. എങ്കിൽ ആലോചിക്കും വരെയെങ്കിലും നീ ഇത് പിന്തുടർന്നാൽ മതി. എന്തായാലും അവൾ ഓഫീസിലുള്ള രണ്ടുപേരുമായിട്ട് ബന്ധമുണ്ട്. എങ്കിൽ പിന്നെ എൻ്റെ മോനെ പോലെയാണ് നീയും. നിന്നെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ എന്താ കുഴപ്പം? അവൾക്ക് ആഗ്രഹമുണ്ടടാ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അനിയത്തി എന്നോട് ചോദിച്ചു, അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന്. ഞാൻ അപ്പോൾ ചോദിച്ചു, നീ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാണോ എന്ന്. അപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു പ്രശ്നവുമില്ല. അവർ പിന്നെ പണ്ടേ ഉള്ളവരല്ലേ, അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ചേട്ടനോട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് താല്പര്യമുണ്ട്. ചേട്ടൻ്റെ ജോക്കി പോലും ഞാനല്ലേ ഇവിടെ നനച്ചിടുന്നത്, അതിൻ്റെ അവകാശം എനിക്കില്ലേ എന്ന് പറഞ്ഞ് അവകാശം ചോദിച്ച് അവൾ വന്നു. മാഡം, അവൾക്ക് യാതൊരു നാണവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഇത്തിരിയൊക്കെ മറുത്ത് പറഞ്ഞെങ്കിലും അവളുടെ കൈകടത്തലുകൾ കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അവളിലേക്ക് ചായേണ്ടി വന്നു. കാര്യം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നീട് അവളുടെ അണിയറയ്ക്കുള്ളിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ ഒരു മിടുക്കിയാണെന്ന്. ഉറഞ്ഞു തുള്ളുന്ന ഒരു മതിമോഹിനിയാണ് അവൾ. അവൾ ആരെയും വട്ടം കറക്കും. അവളുടെ മുന്നിൽ ഷോറൂം പോലും വട്ടം കറങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആ രണ്ട് കല്യാണം കഴിച്ച ആണുങ്ങളും ഇവളെ പൂജിക്കുന്നെങ്കിൽ അതിനർത്ഥം അവൾ അതീവ മിടുക്കിയാണ്. ആ മിടുക്കിൻ്റെ കുടുക്ക് ഞാനും അനുഭവിച്ചറിഞ്ഞു. അമ്മായിമ്മയ്ക്ക് അതിലൊക്കെ സന്തോഷമായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് എല്ലാം അറിയാം. അവൾ പറഞ്ഞു, എനിക്ക് നിങ്ങളങ്ങ് ഒഴിഞ്ഞു പോയാൽ മതി. എൻ്റെ മുറിയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നുള്ള സാന്നിധ്യം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എൻ്റെ ഭാര്യയുടെ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ല. എന്നാൽ എന്നോട് അത്യാവശ്യം സ്നേഹമുണ്ട്. ഈ കാര്യത്തിലോട്ട് പ്രശ്നങ്ങളുമില്ല. അങ്ങനെ എൻ്റെ വീട്ടിലും ഭാര്യയുടെ വീട്ടിലും ഒക്കെയായി എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു മാഡം. പക്ഷേ ഒരു 8 മാസത്തിന് മുമ്പ് അമ്മായിയമ്മ എന്നോടും അടുത്ത് പെരുമാറാൻ തുടങ്ങി. ഞാൻ അമ്മയെ ഒത്തിരി വിലക്കി. അമ്മ പറഞ്ഞു, ഇതിൻ്റെ എല്ലാം തുടക്കക്കാരി ഞാനാണ്, എനിക്കും ചില പങ്കുകളും ഷെയറുകളും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അമ്മയും പങ്കുപറ്റി. ഞാൻ സമ്മർദ്ദത്തിലായി. പക്ഷേ എനിക്കവിടെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അമ്മായിയമ്മ ആ ഏരിയ മുഴുവനും സ്വന്തമാക്കുകയായിരുന്നു. അത് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അനിയത്തിയോട് പറഞ്ഞത്, ഒരു 5-6 കൂടിക്കാഴ്ചകൾക്ക് ശേഷം. പക്ഷേ അനിയത്തിക്ക് അതൊട്ടും ഇങ്ങോട്ട് ദഹിച്ചില്ല മാഡം. ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി വഴക്കാണ്. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ ഇടയിൽപ്പെട്ട് ഞാൻ ഒത്തിരി വിഷമം അനുഭവിക്കുന്നുണ്ട്. എനിക്കാരെയും തള്ളാനും കൊള്ളാനും വയ്യ മാഡം. ഇതിനിടയിൽപ്പെട്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വിഷമം അനുഭവിക്കല്ലാതെ അതിന് റെമഡി ഇല്ലല്ലോ. അല്ലെങ്കിൽ നേരാവണ്ണം നടക്കണമായിരുന്നു. ഭാര്യയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഈ ഒരു ഡോക്ടറെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കാതെ പലവിധ ഓപ്ഷൻസും, അല്ലെങ്കിൽ മാനസിക രോഗത്തിൽ കൂടുതൽ എന്തെല്ലാം ചികിത്സാ രീതികൾ ഇപ്പോഴുണ്ട്. അപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ട് അവരുടെ യഥാർത്ഥ പ്രശ്നത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടിയിരുന്നു. പക്ഷേ നിങ്ങളത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പൊക്കോട്ടെ, എന്തെങ്കിലും ശരിയാകും എന്ന് പറഞ്ഞ് അമ്മായിയമ്മയും അനിയത്തിയൊക്കെ വിരിച്ച കളത്തിലേക്ക് നിങ്ങളങ്ങ് വീണു. പിന്നീട് അമ്മായിയമ്മ ആദ്യം നല്ല റോളെടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയും ഷെയർ യോജിച്ചിട്ട് വന്നു. അപ്പോഴേക്കും നിങ്ങൾ തരളതിനായിട്ട് ആ വഴിക്കൊന്ന് പോയി. അനിയത്തി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി തുമ്പി തുള്ളാൻ തുടങ്ങി. വേറെ 2 കുടുംബനാഥന്മാരുമായിട്ട് ബന്ധമുള്ളൊരു പെൺകുട്ടിയാണ് നിങ്ങളുടെ കാര്യത്തിൽ അമ്മായിയമ്മയുടെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണിതൊക്കെ. അവളോട് ചോദിക്കരുത്, നീ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? നിന്റെ 2 ആണുങ്ങളുടെ കാര്യം ചോദിച്ച് ഞങ്ങൾ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വന്നിട്ടുണ്ടോ? എല്ലാം അങ്ങ് കണ്ണടച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ വീട് സ്വർഗമാക്കാതെ പറയുക. അങ്ങനെ സമാധാനിപ്പിച്ചൊന്നുകിൽ ഈ ഒരു അലുകുലത്തെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുക. അത് നിങ്ങളുടെ ഇഷ്ടം. അതല്ലെങ്കിൽ ഇത്തരം ചെളിക്കുണ്ടിൽ നിന്ന് മാറി കുഞ്ഞിന് ഞാൻ ചിലവിന് കൊടുത്തോളാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കുക, നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യുക. കുട്ടി വിവാഹമോചനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല, അതിന് ചിലവിന് കൊടുത്താൽ പോരെ, വേറെ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ എന്നുള്ള സ്ഥാനം മാറുന്നില്ലല്ലോ. ഒന്നുകിൽ ഈ കുണ്ടിൽ കിടക്കുക, നന്നായി മാനേജ് ചെയ്യുക, അതൊന്നൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാതിരിക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് രക്ഷപ്പെടുക. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ.